ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, ബട്ട് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടണില്ല. ബേബിക്ക് 3 months ആയപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോയി. അത് ഈ വിൻ്ററൊക്കെ തുടങ്ങണതിൻ്റെ തൊട്ട് മുന്നെയാണ് കേട്ടോ. ഞങ്ങൾ പോണ സ്ഥലം എന്താണെന്നൊക്കെ അറിയണതിൻ്റെ മുന്നിൽ ഇവൻ്റെ നെയിം റിവീൽ ചെയ്യാം. സോ ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ചെറിയ 28 ഫംഗ്ഷനൊക്കെ നടത്തി. പറഞ്ഞ ഗസ്സൊന്നുമില്ല, 2 ഗ്രാൻഡ് പാരൻസും വീഡിയോ കോളിലുണ്ടായിരുന്നു. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചെറിയ ട്രാവൽ എന്തൂസിയാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേബിയുടെ പേര് അങ്ങനെ നേച്ചർ റിലേറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിയണ മൗണ്ടൻസിൻ്റെ പേരൊക്കെ ഒരു ലിസ്റ്റാക്കി. അതിൽ ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തോന്നിയ മൗണ്ടൻ ആണ് മൗണ്ട് ശാസ്ത. ഇത് നോർത്തേൺ കാലിഫോർണിയയിലെ ഒരു അടിപൊളി മൗണ്ടൻ ആണ്. അങ്ങനെ ബേബിക്ക് ശാസ്ത എന്ന് പേരിട്ടു. ശാസ്ത എന്ന് നെയിം ആകുമ്പോൾ ഇവിടെ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ പറയണത് എന്തിനാന്നല്ലേ. സോ ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ മൗണ്ട് ശാസ്തയ്ക്ക് തന്നെയാണ് പോണത്. ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശാസ്തയുടെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോവാണ്. 4 hours ഉണ്ട് ഇവിടുന്ന്. ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാ, പക്ഷെ എന്തായാലും ഇനിയൊന്നും അങ്ങനത്തെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണ പോലെയല്ല. ഞങ്ങൾ റെഡിയാണ്. ശാസ്ത ഹാഡ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ബ്രഞ്ച്. ഞങ്ങൾ കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ആൻഡ് ദെൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഹാഫ് ദ ഹൗസ് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഇവന് വേണ്ടിയിട്ട്. വി ആർ ക്വൈറ്റ് എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അഡ്വെഞ്ചർ ചെയ്യുന്നത്. ആർ യു റെഡി? ലെറ്റ്സ് ഗോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്രിപ്പ്. സോ ഇതാണ് കുഞ്ഞുവിൻ്റെ ബാഗ് പാക്ക് ചെയ്തത്. അവൻ്റെ ബാഗിൽ തന്നെ അല്ല കേട്ടോ പാക്ക് ചെയ്തത്, ബിക്കോസ് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേണമെന്ന് മനസ്സിലായി. ഇത് ഫുൾ അവൻ്റെ 1 size ആണ്. സ്ലീപ്പ് ആൻഡ് പ്ലേ ആൻഡ് 1 size ആണ്. ഇത് അവൻ്റെ ടവൽസ് ഫോർ ബാത്തിങ്. എക്സ്ട്രാ ഒരു 3 സ്ലീപ്പ് ആൻഡ് പ്ലേ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് അവൻ്റെ സ്വാഡിലാണ്. 3 ടവൽസ് ടോട്ടലി വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാനായിട്ട്. ആൻഡ് ഇത് അവൻ്റെ വെയറബിൾ ബ്ലാങ്കറ്റാണ്. ഇത് ഒരു വെയറബിൾ ബ്ലാങ്കറ്റാണ്. ആൻഡ് ഇത് ഒരു നോർമൽ ബ്ലാങ്കറ്റാണ്. 2 വാഷ് ക്ലോത്ത് ആൻഡ് ഒരു കാരിയർ. സോ അതിൻ്റെ ബാക്കി സാധനങ്ങൾ ചെയ്യുന്നത് ഡയപ്പർ ക്യാഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ എന്താ പറയുക, വിറ്റമിൻ ഡി കൊടുക്കാനുള്ളത് ഓർ മെഡിസിൻ കൊടുക്കാനുള്ള കുറേ സിറിഞ്ചസ് ഒക്കെ ഉണ്ട്. അതേപോലെ ആവശ്യമുള്ള മരുന്നുകൾ, ഓയിൽമെൻറ്റൊക്കെ ഉണ്ട്. തെർമോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ വൈപ്സ് 2 വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈ വൈപ്സ് വെച്ചിട്ടുണ്ട്. ഡയപ്പേഴ്സ്, ട്രാഷ് ബാഗ്, ഈ ഡിസ്പോസിബിൾ പാഡ്സ്. ഇവിടെ അവൻ്റെ ബാത്ത് സോപ്പുണ്ട് ആൻഡ് മോയ്സ്ചറൈസർ ഉണ്ട്. കുറച്ച് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഇത് ആൽക്കഹോളാണ്. ദെൻ വിറ്റമിൻ ഡി, ഗ്രൈപ്പ് വാട്ടർ, പിന്നെ മെഡിസിൻ, അർജൻറ്റ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ ക്രീംസൊക്കെയാണ്. ഇവിടെ ബർബ് ക്ലോത്ത് 2 വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഇത് അവൻ്റെ ഡ്രസ്സുകളും സാധനങ്ങളുള്ള പെട്ടിയാണ്. ആൻഡ് ഇത് ഡയപ്പർ ബാഗാണ്. ബാക്കിൽ ഞങ്ങളുടെ ഡ്രസ്സുകൾ. ഇത് ഫുള്ള് എൻ്റെ പമ്പിങ് സാധനങ്ങളും പ്ലസ് അവൻ്റെ ബോട്ടിൽസും അതിൻ്റെ ക്ലീനിങ് സാധനങ്ങളും അതൊക്കെയാണ്. ദെൻ അവൻ്റെ സ്ട്രോളർ ഉണ്ട്. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു എക്സ്ട്രാസ് ഉള്ള ഒരു ബോക്സും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ക്യാഡി വെച്ചിരിക്കുന്നത്. അവൻ്റെ സീറ്റ് ഇവിടെ വരും. അതിൻ്റെ താഴെ ക്യാഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം അവിടെ തന്നെയുണ്ട്. ഇവിടെ എൻ്റെ ഹാൻഡ്സ് ഫ്രീ പമ്പ് വെച്ചിട്ടുണ്ട്. കാറിൻ്റെ ഉള്ളിൽ ആക്ച്വലി യൂസ് ചെയ്യാം. ആൻഡ് ദെൻ ഞങ്ങൾ ആ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയും വെയിലധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ബാക്കിലിരിക്കണമുണ്ട്. ഫസ്റ്റ് സീറ്റിൽ ഇവിടെ സ്നാക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്നാക്സ് വെച്ചിട്ടുണ്ട്. സോ ഈ ബാഗിലാണ് അതിൻ്റെ പാല് വെച്ചിരിക്കുന്നത്. ഇത് തണുത്തിട്ട് വെക്കാൻ ഈസി ഇൻസുലേറ്റഡ് ബാഗാണ്.
അതിൽ ഞാൻ ഈ ഐസ് പാക്ക് കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുഞ്ഞു ബേബി റെഡിയാണോ? നോക്കട്ടെ, അവനെ നോക്കരി. അപ്പോൾ അങ്ങനെ അവനും ഞങ്ങളും ഫുള്ള് സെറ്റാണ്. അവനെ കാർ സീറ്റിലിരുത്തി. ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് പോണത്. ഇവൻ എത്ര നേരം കാർ സീറ്റിൽ ഇരിക്കും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. പണ്ടൊരു റോഡ് ട്രിപ്പ് ഉള്ളപ്പോൾ ഞങ്ങൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കും ഇൻട്രസ്റ്റിംഗ് സോങ്സിൻ്റെ. ബട്ട് ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റും ഇല്ല, ഫുൾ ഓൺ റിപ്പീറ്റഡ് നഴ്സറി റൈംസും ആണ്. ഒരു 15 മിനിറ്റ് അവൻ നന്നായി റിലാക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കരയാൻ തുടങ്ങി. അവന് ബുക്സ് വായിക്കൽ നല്ല ഇഷ്ടമാണ്. നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ട് അവൻ്റെ, അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. ഓൾറെഡി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി വാശി കാണിച്ചതാണ്. ഈ ഹൈവേസിലൊക്കെ കാർ സീറ്റിൽ വെക്കലാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കാറില്ല. ഇപ്പോഴാണ് റോഡ് ട്രിപ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടായ ജങ്ക് ഫുഡ്സ് അടിച്ച് മിന്നണ ടൈം. ഈ 3 മാസം ഞാൻ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. 3 മാസമല്ല, ആക്ച്വലി ത്രൂ ഔട്ട് പ്രഗ്നൻസി കൂടി ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. അവൻ അപ്പോഴേക്ക് എണീറ്റു. ഇപ്പം ഞങ്ങളൊരു ഗ്യാസ് സ്റ്റേഷനിൽ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അവൻ്റെ ഒരു ബോട്ടിൽ ഫീഡും കൂടി കഴിഞ്ഞു. പിന്നെയും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. എപ്പോഴും ഫ്രണ്ട് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്തിട്ട് പിന്നിലിരിക്കുമ്പോൾ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ബട്ട് അത് ആലോചിക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. ഇവൻ ഇടയിൽ ക്രാങ്കി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നല്ല വർത്താനാണ്. ഈ 3 months ഒക്കെ ആകുമ്പോഴേക്കും ബേബീസിൻ്റെ ഇൻട്രാക്ഷൻ നല്ലോണം കൂടും. എപ്പോഴും അവർ ഇൻട്രാക്ട് ചെയ്യാൻ എൻകറേജ് ചെയ്യണം. ദിസ് വിൽ മേക്ക് ദം വാണ്ട് ടു ടോക്ക് മോർ. സോ നേരെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക. അവർ സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വീണ്ടും അവൻ ഉറക്കായി. ഞങ്ങൾ ഞങ്ങളുടെ ജങ്ക് സ്നാക്കിങ് വീണ്ടും തുടങ്ങി. ആ ചോക്ലേറ്റിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും മൂപ്പര് എണീറ്റിട്ട് കുറച്ച് നേരം വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല കാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ എടുത്തോളണം. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതി അടുത്ത റെസ്റ്റ് ഏരിയയ്ക്ക് കയറി. ഈ ഹൈവേസിൻ്റെ സൈഡിൽ ഇതുപോലെ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും ഇടയിലിടയിലും. അവിടെ നല്ല റെസ്റ്റ് റൂംസും ഉണ്ടാവും. പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ അതിനുള്ള ടേബിളും സീറ്റിങ്സും ഉണ്ടാവും. അവൻ്റെ അടുത്ത ഫീഡിങ്ങും ഡയപ്പർ ചേഞ്ചും ഒക്കെ ഇവിടെ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡയപ്പർ ബാഗിൻ്റെ കൂടെ ഒരു ഷീറ്റ് കൂടി വന്നിട്ടുണ്ട്. അതാണ് താഴെ വെച്ചിട്ടുള്ളത്. മുകളിൽ ഒരു അണ്ടർ പാഡും കൂടി വെച്ചിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ബാറിൻ്റെ മുകളിൽ കിടക്കാൻ അവൻ അത്ര സുഖമൊന്നുമില്ല, കുഷ്യനിയൊന്നുമല്ല. പെട്ടെന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി. ബട്ട് അവൻ ഇത്ര നേരം കാർ സീറ്റിൽ ഇരുന്നിട്ടാ തോന്നുന്നു. പാവം അവിടെ കിടത്തിയപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും കാർ സീറ്റിൽ കയറ്റി. ഈ റെസ്റ്റ് ഏരിയൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ അവർ ഫ്രൂട്ട്സിൽ ഒരു മെക്സിക്കൻ സോസായ ചമോയും ടഹീനൊക്കെ ഇട്ടിട്ട് സൂപ്പറാക്കി തരും. എൻ്റെ ഹസ്ബൻഡിന് പ്ലെയിനാണ് വാങ്ങിയത്. ആൾക്ക് ഈ സോസസ് ഒന്നും ഇഷ്ടമല്ല. ഇവനിങ്ങനെ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ, നല്ല കരയാൻ തുടങ്ങും. ഹൈവേസ് എടുക്കണേം കൊണ്ട് സിഗ്നൽസ് ഇടയിൽ വരില്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കാം. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ബോറടിയാണ്. അപ്പൊക്കെ ഞാൻ ഇവൻ്റെ ഈ ബുക്കുകളൊക്കെ എടുത്ത് ഓരോന്നോരോന്ന് വായിക്കും. ഇത് കഴിയുമ്പോൾ അവൻ തന്നെ ഉറങ്ങിക്കോളും. അപ്പോൾ ഞങ്ങൾ ഹാഫ് വേ എത്തി. ഞങ്ങൾ പിന്നെയും റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിരിക്കുകയാണ് ഇവൻ്റെ അടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നടന്നു. എന്നിട്ട് ഉറങ്ങിയതിന് ശേഷമാണ് അവനെ കാർ സീറ്റിൽ വെച്ചത്. അവൻ ഉറങ്ങണ സമയം വേഗം ഓടിച്ചിട്ട് അവൻ എണീക്കാറാവുമ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ കയറും. അതാണ് ചെയ്യാറ്. അങ്ങനെ അവൻ വീണ്ടും എണീറ്റു. ഇപ്പോൾ മൗണ്ട് ശാസ്ത്രയുടെ കുറച്ചടുത്തുള്ള ഒരു റെസ്റ്റ് ഏരിയയിലാണ് കയറിയത്. അവൻ്റെ നെക്സ്റ്റ് ഫീഡിങ് കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ നടന്നു. എന്നിട്ട് പിന്നെയും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞങ്ങളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ബേബിയുടെ ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ, അത് എണീറ്റിട്ടില്ല. സോ ഞങ്ങൾ ഫൈനലി എത്തി. എത്ര മണിക്കൂർ എടുത്തു? ഒരു 6 മണിക്കൂർ എടുത്തു. 4 മണിക്കൂർ എടുക്കേണ്ടത് 6 മണിക്കൂർ എടുത്തു. നോട്ട് ബാഡ്. പക്ഷേ ഇപ്പം കുറച്ചിങ്ങനെ ക്രാങ്കി ആവാൻ തുടങ്ങി. അവൻ ഉറക്കം വരുന്നു, ടയേർഡ് ആവുന്നുണ്ട്. ഓഫ് കോഴ്സ് ആ സീറ്റിലിരിക്കുന്ന കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എണീക്കണം. സോ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയാണ് നാളേക്ക് രാവിലേക്കുള്ളത്. മിൽക്ക് എഗ്ഗൊക്കെ കോഫിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാനീ ബഹളം ഉണ്ടാക്കില്ല. ഇനി ഞങ്ങൾ ക്യാബിൻ പോയിട്ട് ക്യാബിൻ കാണിച്ചു തരാം. ഓക്കെ, ഓഫ് കോഴ്സ് ഹീസ് അവേക്ക്. അവന് ചെറിയ സൗണ്ട് മതി എണീക്കാൻ. ബട്ട് എനിവേസ് 5 മിനിറ്റിൽ സ്ഥലം എത്തും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് 2-3 ദിവസം നമ്മൾ താമസിക്കാൻ പോണ ക്യാബിൻ. ഇത് എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് അവരുടെ ഗറാജാണ്. ഫ്രണ്ട് ഡോറിലാണ് നമുക്ക് ആക്സസ് ഉള്ളത്.
Wow, this is beautiful. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാബിനിലെത്തിയിരിക്കുകയാണ്. ഇതൊരു കൂട്ടം ക്യാബിൻസാണ്. ക്യാബിൻസ് പ്ലസ് ലോഡ്ജ് പോലൊരു സ്ഥലമാണ്. ഞാൻ ഇവരെ എടുത്തുകൊണ്ട് ഞാൻ ഹോം ടൂർ ചെയ്യാൻ പോവാണ്. ക്യാബിൻ ടൂർ ചെയ്യാൻ പോവാണ്. സോ ഇതാണ് നമ്മുടെ ക്യാബിൻ. ആൻഡ് ഇതിൻ്റെ വ്യൂ എന്ന് പറയണത് നേരെ സ്ട്രെയിറ്റ് മൗണ്ട് ശാസ്ത ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ക്യാബിൻസാണ്. ആൻഡ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പോകും. നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇത് ഒരു കൗച്ചാണ്, ആക്ച്വലി ഒരു ബെഡാണ് കേട്ടോ, ഒരു കുഞ്ഞി ബെഡാണ്. ഇവിടെ ഇങ്ങനെ ഒരു കോട്ട് ഹാങ്ങർ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ കയറി വന്ന വഴി. പിന്നെ ഇവിടെ ടി വി ഉണ്ട്, കോഫി ടേബിൾ ഉണ്ട്, then ഇവിടെ ഒരു കൗച്ച് ഉണ്ട്. ഇതെല്ലാം ഒന്നാണ്, സെപ്പറേറ്റ് ആയിട്ട് റൂമായിട്ടൊന്നുമില്ല. ആൻഡ് ഇവിടെ കയറി വന്ന ഇവിടെ ബെഡ്, ഒരു വലിയൊരു ബെഡുണ്ട്. ഐ തിങ്ക് ഒരു ക്വീൻ സൈസ് ബെഡുണ്ട്. ഇവിടെ സൂപ്പറാണ് കേട്ടോ, ഒരു വലിയൊരു വിൻഡോ ആണ്. ആൻഡ് ദെൻ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, അപ്പുറത്തൊരു കിച്ചൺ ഉണ്ട്. എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. കോഫി മേക്കറും ഫ്ലാസ്കും ഹോട്ട് വാട്ടർ കെറ്റിലും ടോസ്റ്ററും അവനും മൈക്രോവേവും എല്ലാം ഉണ്ട്. ആൻഡ് ഫ്രിഡ്ജും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ യൂട്ടൻസിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് കൈ ഫ്രീ അല്ല, തുറന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ക്യാബിൻ. ഇവിടെ സെൻട്രലൈസ്ഡ് AC അല്ല, നമ്മുടെ നാട്ടിലത്തെ നോർമൽ AC ആണ്. ഇതിൽ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. രാവിലെ മാത്രം റെഗുലർ ബാത്റൂം തന്നെയാണ്. ഇല്ലമോ ഇപ്പോൾ ടവൽസും മിററും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത ഫീഡിങ്ങിനുള്ള ടൈമായി. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും പോണില്ല, നെക്സ്റ്റ് ഡേ പോവാന്ന് കരുതി. അപ്പോൾ അവൻ്റെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞു. ഇത് റിലാക്സ് ചെയ്തിരിക്കുകയാണ് മേത്ത്. ഇന്ന് ഫുള്ള് കാർ സീറ്റിലിരുന്നിട്ട് കഷ്ടമായിട്ടുണ്ടാവും കരുതിയിട്ട് ഫുള്ള് ബെഡിൻ്റെ മുകളിൽ കിടത്തിയിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം അവൻ്റെ കൂടെ കളിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റിൽ. സന്ദീപ് പോയിട്ട് ഫുഡൊക്കെ പിക്ക് ചെയ്ത് വന്നു. ബട്ട് ഇവൻ ഉറങ്ങാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അവനെ ഉറക്കാൻ നോക്കി, ബട്ട് നടക്കണില്ല. ഇപ്പം അച്ഛനും മകനും കൂടി ഈ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള സ്വിങ്ങിൽ ഇരുന്ന് റിലാക്സ് ചെയ്യാണ്, ഇങ്ങനെങ്കിലും അവൻ ഉറങ്ങുമെന്ന് കരുതിയിട്ട്. ഓൾസോ അവൻ്റെ ഫീഡിങ് കൂടി നടക്കുന്നുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഈ സ്വിങ് തന്നെയാണ് കേട്ടോ. ബൈ ദ വേ, ഞങ്ങളൊരു വീക്ക് ഡേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആൾക്കാരില്ലാത്ത. ആക്ച്വലി സന്ദീപിന് വർക്കും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഉറങ്ങി. അപ്പം ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ചു. രാവിലെ തൊട്ട് വെറും സ്നാക്സ് മാത്രമായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ ഫുള്ള് ക്രേവ് ചെയ്യായിരുന്നു രണ്ടുപേർക്കും. സെക്കൻഡ് മന്ത് ഹാഫ് തൊട്ട് ഇവൻ ത്രൂ ഔട്ട് നൈറ്റ് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആ സ്കെഡ്യൂൾ മാറാതെ നോക്കുകയാണ് ഞങ്ങൾ. 8 മണിക്കെല്ലാം ഉറങ്ങും, പിന്നെ ഒരു 11 മണിക്ക് എണീക്കും പാല് കുടിക്കാനായിട്ട്, എന്നിട്ട് വീണ്ടും ഉറങ്ങും. ബട്ട് ഇവിടെ വന്നിട്ട് 6 മണിക്കെല്ലാം ഉറങ്ങിയതുകൊണ്ട് 9 മണിക്ക് തന്നെ എണീറ്റ് പാല് കുടിച്ചു. അപ്പോൾ തന്നെ ഉറങ്ങിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റോഡ് ട്രിപ്പ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മൗണ്ട് ശാസ്തയ്ക്ക് പോയ ശാസ്ത്ര കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.